നമ്മൾ ഈശോയെ കുറിച്ചൊക്കെ ഓർക്കുന്നത് പോലെയല്ല. ഇതാ ഒരു ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഈശോയുമായി ഐക്യത്തിൽ അവിടത്തെ ആരാധിക്കുന്നത് വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നവരാകാതെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാകണം. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട് എന്നാണ് പ്രിയപ്പെട്ട ജോസേട്ടൻ, അല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് അമ്മ ത്രേസ്യ പറയുന്നത്, നമ്മുടേതല്ലാതെ ഈശോയ്ക്ക് കരങ്ങളില്ല. ഹല്ലേലൂയ. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ആളുടെ കണ്ണീരപ്പാൻ ഈശോയ്ക്ക് നമ്മുടെ കരങ്ങൾ വേണം. ഈശോയ്ക്ക് വചനം പ്രഘോഷിച്ച് ചുറ്റി സഞ്ചരിക്കാൻ നമ്മുടെ കാലുകൾ വേണം. വി ക്രൈസ്റ്റ് ടു ക്രൈസ്റ്റ്. ഈശോയ്ക്ക് വേണ്ടി നീ ക്രിസ്തുവാകുക എന്നാണ് അമ്മ ത്രേസ്യ പറയുന്നത്. ഈശോയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി നീ ക്രിസ്തുവാകുക. ഈശോ കാണാൻ വേണ്ടി നീ നിന്റെ കണ്ണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി നീ ഈശോയാകുക. നിന്റെ ഹൃദയം മറ്റുള്ളവരെ സ്നേഹിക്കാൻ. നമ്മുടേതല്ലാതെ ഈശോയ്ക്ക് ഹൃദയമില്ല. നിന്റെ ഹൃദയം ഈശോയ്ക്ക് കൊടുക്കുക. നമ്മൾ ഈശോയ്ക്ക് വേണം. അതുകൊണ്ടാണ് ഈശോ ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ കൂടെ ആയിരിക്കാൻ 3 പേരെ കൂട്ടിക്കൊണ്ടുപോയത്. കാരണം ഈശോയ്ക്ക് കൂട്ടുവേണം. ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദൂതൻ വന്ന് ഈശോയെ ആശ്വസിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഗെത്സമൻ തോട്ടത്തിൽ. പ്രിയപ്പെട്ടവരെ, ഈശോയെ ആശ്വസിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് ഈശോയെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ദൂതൻ ഇറങ്ങി വന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സാന്നിധ്യം, നമ്മുടെ സ്നേഹം ഈശോയെ ആശ്വസിപ്പിക്കുകയും ഈശോയെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സാന്നിധ്യം ഈശോ ആഗ്രഹിക്കുന്നു. നമ്മുടെ സാന്നിധ്യത്തെ ഈശോയ്ക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ സമയവും സമ്പത്തും ആരോഗ്യവും ശബ്ദവും കാഴ്ചയും കേൾവിയും നമ്മുടെ ഭവനവും നമ്മുടെ വാഹനങ്ങൾ, നമുക്കുള്ളതെല്ലാം ഈ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് ആവശ്യമുണ്ട്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ.